എനിക്ക് ഈ കേസിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങളത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പരമാവധി ആൾക്കാരിൽ എത്തിക്കണം. പ്രധാന ചാനൽസിലൊക്കെ വാർത്ത വരുന്നേ ഉള്ളൂ. ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് നമുക്ക് തന്നെ പറയാം. ഡോക്ടർ അരുൺകുമാറിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസിൽ സർക്കാരിനും പോലീസിനും ഹൈക്കോടതിയുടെ അതിരൂക്ഷ വിമർശനം. ഓവർ ആക്ടിംഗ് വേണ്ട. മാതാപിതാക്കൾക്കും പെൺകുട്ടിക്കും പരാതി ഉണ്ടോ എന്ന് ഹൈക്കോടതി ചോദിച്ചു. ആർക്കുമില്ലാത്ത പരാതി സർക്കാരിന് എന്തിനെന്ന് ഹൈക്കോടതി അതിരൂക്ഷമായ ഭാഷയിൽ. എന്തിന്? ആർക്ക് വേണ്ടി? എന്തിനാണ് ഇത്തരം കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത്? പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ നിങ്ങൾ ഈ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത്? കോടതിയുടെ വാക്കുകളാണ്. ഞാനൊരു ദുഷ്ടനാ, ക്രൂരനാ, ദയയില്ലാത്തവനാ, കൊല്ലാൻ പോലും മടിയില്ലാത്തവനാ. കടുത്ത വിമർശനമാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ സാർ ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്നൊരു സുദിന പിള്ള സാറേ, ഇന്ന് നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? തീർച്ചയായും. ഭ്രാന്താണിത്. എന്തുതരം ഭ്രാന്താണ് ഈ പോലീസുകാർ കാണിക്കുന്നത്? ഞാൻ എപ്പോഴും പറയാറില്ല ഇവന്മാര് ബൂർഷകളാണെന്ന്. അതായത് ഏതെങ്കിലും ഇരിക്കുന്ന ഒരുത്തൻ വേറെ ആരുടെയെങ്കിലും മോളുടെ അച്ഛനും അമ്മയ്ക്കും ഉള്ള മോൾക്ക് ഇവനാണോ കയറി ഈ പോക്സോ കൊടുക്കേണ്ടത്? സത്യം പറത്താനാരാ? എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലായിക്കോളൂ. അതായത് കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നല്ല നിയമങ്ങളെ ഇങ്ങനെ ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാരാണ് യഥാർത്ഥത്തിൽ ഈ നാട്ടിലെ പ്രശ്നക്കാർ. എന്നിട്ട് അരുണിനെ കളിയാക്കാനും മോശം പറയാനും ഒരുപാട് ആൾക്കാർ. പക്ഷെ ഇവനെ കുറിച്ച് യാതൊരു അഭിപ്രായവും. യഥാർത്ഥത്തിൽ നീതിയുടെ വിജയമാണ്. ഒരു പുരുഷനും കൂടെ വിജയിച്ചിരിക്കുക. നമുക്ക് കാണാം. എന്താ എല്ലാം പറഞ്ഞാ? പറഞ്ഞു. അപ്പൊ പോണില്ലേ? ഇവനടുത്തൊക്കെ സംസാരിച്ച സമയങ്ങൾ തന്നെ. ഒരു പുരുഷനെ വേട്ടയാടാൻ സമ്മതിക്കൽ. ഒരു മര്യാദ വേണ്ടേ? ഷാരോണിന് നീതി കിട്ടി, ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറ് കിട്ടി, അരുണിന് അതിശക്തമായ രീതിയിൽ കോടതിയുടെ അനുകൂലമായ പരാമർശങ്ങളും മുൻകൂർ ജാമ്യവും കിട്ടി. ഇത് ഓരോ പുരുഷന്റെയും ഓരോ മനുഷ്യന്റെയും വിജയമാണ്. ഞാൻ ആകെ കൺഫ്യൂഷൻ. ഇതുപോലത്തുള്ള കള്ള കേസുകൾ നമ്മുടെ നാട്ടിൽ ഇല്ലാതാകണം. ഇവിടെ ആണുങ്ങൾക്കും ജീവിക്കാൻ അവകാശമുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. എനിക്ക് ഈ കേസിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങളത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പരമാവധി ആൾക്കാരിൽ എത്തിക്കണം. അങ്ങനെ തന്നെ വേണം. ഏതെങ്കിലും അരുണിനെ ഈ സോക്കോൾഡ് വനിതാ പ്രവർത്തകർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും എന്നെ ഈ ലിബറലുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും ഈ സോക്കോൾഡ് മതേതര ലിബറൽ നെഹ്റുവിയൻ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? കുട്ടി മാമയ്ക്ക് എന്നെ വിശ്വാസമില്ലല്ലോ എന്നോർത്തപ്പോ ഞാൻ ഞെട്ടി മാമ. അവരൊന്നും സപ്പോർട്ട് ചെയ്യില്ല. കാര്യം അവർക്ക് ധർമ്മമില്ല, അവർക്ക് ശരിതെറ്റുകളില്ല, അവർക്ക് അവരുടെ പ്രത്യയശാസ്ത്രം മാത്രമേ ഉള്ളൂ. ഇത്രയും കൊണ്ട് അവസാനിച്ചതിന് സ്വാമിക്ക് നന്ദി പറയുക. നമ്മൾ അങ്ങനല്ല. നമ്മൾ സത്യത്തിന്റെ കൂടെ, നീതിയുടെ കൂടെ, ന്യായത്തിന്റെ കൂടെ, ധർമ്മത്തിന്റെ കൂടെ നിൽക്കണം. സത്യമേ വിജയത്തെ. വളരെ സന്തോഷം. കണ്ടില്ലേ, പപ്പ ഭയങ്കര തമാശക്കാരനാ. നിന്നെ എനിക്ക് ഭയങ്കര വിശ്വാസമാണടാ.